ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസറിന് മൂന്നാം ഊഴം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 5 പേരെ ഒഴിവാക്കിയപ്പോൾ കായംകുളം MLA യു പ്രതിഭയെ ഉൾപ്പെടെ 4 പേരെ 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ആർ നാസർ പറഞ്ഞു. സജി ചെറിയാൻ മന്ത്രിയായതിനെ തുടർന്ന് 1.5 വർഷത്തോളം നാസർ ആദ്യം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നു. ഇതിനുശേഷം തുടർച്ചയായ 2ാം തവണയാണ് നാസർ സമ്മേളനത്തിലൂടെ ജില്ലാ സെക്രട്ടറി ആവുന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പുറമെ സാമുദായിക സന്തുലനമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചതും നാസറിന് തുണയായി. എല്ലാത്തരം പ്രചാരവേലകളെയും അതിജീവിച്ച് സമ്മേളനം വൻ വിജയമായെന്നും SNDP മേഖലകളിലടക്കം കുറഞ്ഞ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശക്തമായ ശ്രമം തുടങ്ങിയെന്നും ആർ നാസർ പറഞ്ഞു. സങ്കുചിതമായ രാഷ്ട്രീയ വികാരങ്ങളും ജാതീയമായ വികാരങ്ങളും വളർത്തിയെടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ നിന്ന് ആൾക്കാരെ അടർത്തിക്കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്നത്. ആ പ്രക്രിയ അവിടെ അവസാനിപ്പിക്കാനും എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. അതിൽ ഞങ്ങൾ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ വിജയത്തിൽ ഞങ്ങൾ പൂർണ്ണമായി എത്തിച്ചേരും. എക്സൈസ് കേസ് വിവാദമടക്കം പൊതുസമൂഹം ചർച്ച ചെയ്തെങ്കിലും അവയെല്ലാം അവഗണിച്ച് യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. മാവേലിക്കര MLA MS അരുൺകുമാറും ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി. ജനപ്രതിനിധികളെ പാർട്ടി നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഇത്. ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെയും പുതിയതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. M സുരേന്ദ്രൻ, G വേണുഗോപാൽ എന്നിവരെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കി. സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന N ശിവദാസനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ശിവദാസനെ ഒഴിവാക്കിയിരുന്നു. P അരവിന്ദാക്ഷൻ, ജലജാചന്ദ്രൻ എന്നിവരും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 47 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 46 പേരെയാണ് തിരഞ്ഞെടുത്തത്. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മുഴുവൻ സമയവും സമ്മേളനത്തിലുണ്ടായിരുന്നതിനാൽ കാര്യമായ വിമർശനങ്ങൾ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയിലെ സമ്മേളന ചർച്ചകളെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.